കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലും ഇതുപോലെയുള്ള ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള വിവിധ ആശുപത്രികളിൽ ഭക്ഷണം വിതരണം ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഈ ഭക്ഷണ വിതരണത്തിൽ ഒരു തലത്തിലുള്ള രാഷ്ട്രീയം കലർത്തലും ഇന്നുവരെ DYFI നടത്തിയിട്ടില്ല. നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഭക്ഷണപ്പൊതി കൊണ്ടുവരുന്നു, ഇവിടെ അഡ്മിറ്റായിട്ടുള്ള രോഗികൾ, അവരുടെ കൂട്ടിരിപ്പുകാർ അവരെല്ലാം വന്ന് ഭക്ഷണം വാങ്ങുകയാണ്. വരുന്നവരോട് നിങ്ങൾ ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ടവരാണോ എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ഈ ഭക്ഷണപ്പൊതി ശേഖരിക്കാൻ പോകുന്നത് ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുടെ വീട്ടിലുമല്ല. നമ്മുടെ നാട്ടിലെ എല്ലാ വീട്ടിലും കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി എല്ലായിടത്തും DYFI സഖാക്കൾ പോകുന്നു. അവരെല്ലാം സന്തോഷത്തോടു കൂടി ഭക്ഷണം പൊതിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ DYFIയെ ഭക്ഷണം പൊതിഞ്ഞു കൊടുത്ത് ഏൽപ്പിച്ചാൽ അർഹരായവരുടെ കൈകളിൽ എത്തും എന്നുറപ്പ് ഈ നാടിനുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങൾക്ക് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. നിരവധി പ്രതിസന്ധികളുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, കോവിഡ് കാലഘട്ടം, ആളുകൾ പുറത്തിറങ്ങാൻ മടിച്ച ഒരു കാലഘട്ടമായിരുന്നു. അന്നും കേരളത്തിലെ ഒരു ആശുപത്രിയിലും അഡ്മിറ്റായ ഒരാൾക്കും ഭക്ഷണം മുടക്കാൻ DYFI തയ്യാറായിട്ടില്ല. നിപ്പയുടെ അതിഭീകരമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഭീതിതമായ ആ കാലത്തും ഭക്ഷണ പൊതി വിതരണം ചെയ്തു. പിന്നെ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രതിസന്ധി, ഇപ്പോൾ തൃശ്ശൂരിൽ ഞങ്ങളൊരു സഖാവ് കൊലയ്യപ്പെട്ടു. ആ കൊലയ്യപ്പെട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ആ പോസ്റ്റ്മോർട്ടം ടേബിളിൽ സഖാവിൻ്റെ മൃതശരീരം കിടക്കുന്ന, ആ തണുത്ത് വിറച്ച് കിടക്കുന്ന സന്ദർഭത്തിലും അദ്ദേഹത്തിൻ്റെ സഹസഖാക്കൾ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഭക്ഷണപ്പൊതി ശേഖരിച്ച് ആ മെഡിക്കൽ കോളേജിൽ ഭക്ഷണം മുടക്കാതെ വിതരണം ചെയ്തു. സഖാവ് VSൻ്റെ ഭൗതിക ശരീരം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ, ആലപ്പുഴയിൽ പ്രദർശനം വെച്ച സന്ദർഭത്തിൽ അന്നും ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജിൽ DYFI ഭക്ഷണ വിതരണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിരവധിയായ പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിലും ഈ 10 വർഷത്തിനിടയിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയത് എല്ലാ വിഭാഗം ആളുടെയും പിന്തുണയാണ്. പിന്നെ ഇപ്പോൾ മുരളീധരൻ ആരോപിക്കുന്ന ആരോപണം, എനിക്കറിയില്ല എന്തിനാണ് അദ്ദേഹം ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തുടർച്ചയായി ഈ പദ്ധതിയെ താറടിച്ച് കാണിക്കുക, ഈ പദ്ധതി ഒഴിവാക്കണം, ഇത് നിർത്തലാക്കും എന്നുള്ള ഒരു ധിക്കാരത്തിൻ്റെ ഭാഷയിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. DYFI എന്തോ രാഷ്ട്രീയം കാണിക്കുന്നു എന്നാണ്. ഞങ്ങൾ കൊടിയെടുത്തിട്ട് ഈ ആശുപത്രിയിൽ പ്രകടനം നടത്തുന്നില്ല. വരുന്നവരോട് എന്തെങ്കിലും രാഷ്ട്രീയ പ്രസംഗം ഞങ്ങൾ നടത്തുന്നില്ല. ലോകത്തെമ്പാടും വിവിധ സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടനകളെല്ലാം അവരുടെ ഐഡന്റിറ്റി ഉപയോഗപ്പെടുത്തി തന്നെയാണ് ആ ഉത്തരവാദിത്തം അവർ നിർവഹിക്കുന്നത്. അത് അവരുടെ അവകാശമാണ്. പിന്നെ എന്താ സംഘടനയുടെ പേര് ഉപയോഗിക്കുന്നു, കൊടി ഉപയോഗിക്കുന്നു, രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയാണ്. മുരളീധരനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങളുടെ സർക്കാരിൻ്റെ പല പദ്ധതികളുണ്ടല്ലോ, എന്തിനാ പ്രിയദർശിനി എന്ന പേര് വെച്ചത്? എന്തിനാ ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ അതിനകത്ത് ഉപയോഗപ്പെടുത്തിയത്? ഇപ്പം മുരളീധരൻ്റെ ബഹുമാനപ്പെട്ട പിതാവ്, മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ പേരിൽ, കരുണാകരൻ്റെ പേരിലാണല്ലോ പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത്. അത് രാഷ്ട്രീയമല്ലേ? ഇവിടെ DYFIക്കാർ നാട്ടിൽ നിന്ന് പൊതിച്ചോറ് ശേഖരിച്ച് കൊണ്ടുവരുമ്പോൾ ആ വാഹനത്തിൽ ഒരു കൊടി കെട്ടുന്നതാണോ ഇവിടെ രാഷ്ട്രീയം? അപ്പോൾ ഇതെല്ലാം അങ്ങേയറ്റം ഹീനമായ, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ചില പ്രസ്താവനകളാണ്. ഇതിനോട് കേരളീയ സമൂഹം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രതികരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലും ഇന്ന് വരെ നടത്തിയിട്ടില്ല. ഞങ്ങൾ ഇന്നലെ വരെ നടത്തിയതുപോലെ, ഇന്ന് നടത്തിയതുപോലെ നാളെയും കേരളത്തിൽ എവിടെയെല്ലാമാണ് DYFI ഭക്ഷണ വിതരണം ചെയ്യുന്നത് അവിടെയെല്ലാം ഭക്ഷണം വിതരണം ചെയ്യും. കൊടി ഉപയോഗിക്കും. ഒരു മുരളീധരനും ഒരു മന്ത്രിക്കും അത് തടയാൻ വേണ്ടി കഴിയില്ല. ഞങ്ങൾ അതിനോട് കൂടെ ചേർത്ത് പറയാം, ഞങ്ങൾ ഈ ഭക്ഷണത്തിൽ ഒരു രാഷ്ട്രീയവും കലർത്തിയിട്ടില്ല. ഭക്ഷണത്തിൽ രാഷ്ട്രീയം കലർത്തിയത്, ഈ വിശപ്പിൽ രാഷ്ട്രീയം കലർത്തിയത് മന്ത്രി മുരളീധരനാണ്. UDFന്റെ ഭാഗമായി വിജയിച്ചിട്ടുള്ള MLA G സുധാകരനാണ്. കോൺഗ്രസിൻ്റെ ഒരുപറ്റം സൈബർ കൂട്ടങ്ങളാണ്. ഞങ്ങളല്ല ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തിയത് എന്നാണ് അദ്ദേഹത്തോട് ഉറപ്പെടുത്താറുള്ളത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിപ്പോൾ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പോയാൽ, ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ചില ബ്ലോക്കുകൾ തന്നെ ചില സന്നദ്ധ സംഘടന എടുത്തു കൊടുത്തി ആ സംഘടനയുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ DYFIക്ക് 100 കണക്കിന് ആംബുലൻസുകളുണ്ട്. എന്താ പിന്നെ ഈ മന്ത്രി ഇതുപോലെയാണെങ്കിൽ നാളെ പറയൂലേ DYFIയുടെ ആംബുലൻസിൽ രോഗിയെ അങ്ങോട്ട് എത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഭക്ഷണം മാത്രമാണോ ഇവിടെ കൊടുക്കുന്നത്? ഓരോ ദിവസവും നിരവധി ആശുപത്രികളിൽ 1000-ൽ കൂടുതൽ രക്തം ദാനം ചെയ്യുന്ന സംഘടന DYFI. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴും DYFIക്കാണ് ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്ത സംഘടനക്കുള്ള അവാർഡ് കിട്ടിയത്.
അതാർക്കും നിഷേധിക്കാൻ വേണ്ടി കഴിയുമോ? നിങ്ങൾ ഈ മൈക്ക് കൊടുത്തിട്ട് ഈ ബ്ലഡ് ബാങ്കിൽ പോയി ചോദിക്കണം, ഈ കഴിഞ്ഞ ഈ ഒരു വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പ് നടത്തിയത് ഏത് സംഘടനയാണ്? DYFI ആണ്. അപ്പോൾ DYFIയുടെ പരിപാടിയുടെ ഭാഗമായിട്ട് രക്തം ദാനം ചെയ്തു എന്ന് പത്രത്തിൽ വന്നാൽ അത് തടയാൻ വേണ്ടി കഴിയുമോ? അപ്പോൾ സംഘടനയുടെ ഐഡന്റിറ്റിയെ മുരളീധരൻ എന്തിനാണ് ഭയപ്പെടുന്നത്? അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഈ 10 വർഷത്തിനിടയിൽ ഭക്ഷണ വിതരണത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു സംഘർഷമോ എന്തെങ്കിലും ഒരു കേസോ എന്തെങ്കിലും ഒരു ക്രമസമാധാന പ്രശ്നമോ കേരളത്തിലെ ഏതെങ്കിലും ആശുപത്രിയിൽ ഏതെങ്കിലും സ്റ്റേഷൻ പരിധിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? മുസ്ലിം ലീഗ് ചെയ്യുന്നുണ്ട്, സേവാഭാരതി ചെയ്യുന്നുണ്ട്, റോട്ടറി ക്ലബ്ബ് ചെയ്യുന്നുണ്ട്, വിവിധ ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ, ഇതൊക്കെ ചെയ്യല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒന്നും സഹായമില്ലാതെ ഈ ഗവൺമെന്റ് എല്ലാ കാര്യം ഏറ്റെടുത്ത് നടത്താൻ കഴിയുമോ? ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാലിയേറ്റീവ് പ്രവർത്തനം നടന്നാരാ? അവരൊന്നും ഐഡന്റിറ്റി ഉപയോഗിക്കുന്നില്ലേ? ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്താൽ സർക്കാരിന്റെ ഭാഗമായിട്ടാണോ രക്തം ദാനം നടക്കുന്നത്? കൂടുതൽ ആംബുലൻസിൽ സർവീസ് നടത്തുന്നത് എങ്ങനെയാണ്? അപ്പൊ എന്തെല്ലാം തരത്തിൽ വിവിധ കമ്മ്യൂണിറ്റികളുടെ സഹായം ഉറപ്പുവരുത്തിയിട്ടല്ലേ ഒരു സർക്കാരിന് പോകാൻ കഴിയുക? അവരെല്ലാം ചേർത്ത് നിർത്തിയിട്ട് എല്ലാവർക്കും സൗകര്യപ്രദമായി ജീവിക്കാൻ സാധ്യമാവുന്ന ഒരു അന്തരീക്ഷം ഒരുക്കുകയില്ലേ സർക്കാരിന്റെ ഉത്തരവാദിത്വം? എന്തിനാണ് മുരളീധരൻ ഈ DYFI കൊടുക്കുന്ന ഈ പൊതിച്ചോറിൽ മണ്ണ് വാരിയിടുന്നത്? DYFIയുടെ ഭക്ഷണവിതരണം തടസ്സപ്പെടുത്താൻ ഒരു മന്ത്രിയെ കൊണ്ടും കഴിയില്ല. നിപ്പ കാലത്ത്, കോവിഡ് കാലത്ത്, മഹാപ്രളയത്തിന്റെ നാളുകളിൽ നിരവധി ആക്രമണങ്ങൾ DYFI ഏറ്റുവാങ്ങേണ്ടി വന്ന നാളുകളിൽ ഒന്നും മുടങ്ങാത്ത ഭക്ഷണം ഈ മന്ത്രിയുടെ പ്രസ്താവന കൊണ്ട് മുടക്കാമെന്നത് അതൊരു വ്യാമോഹമാണ്.